കൂട്ടായ്മയുടെ 80s vs 90s കളി 90s വിത്ത് ഞങ്ങൾ ജയിച്ചു. റിലാക്സ്ഡ് അല്ലെ, നമ്മളെത്ര കളിച്ചത്. ഗുഡ് മോർണിംഗ് ഗായ്സ്, വെൽക്കം ടു സൗത്ത് കൊറിയൻ ഡയറീസ്. ഇന്ന് ഒരു 80s and 90s തമ്മിലുള്ള ഒരു മാച്ച് കളിക്കാൻ പോണ്. നോക്ക്, മഴ ഇന്നലെ പെയ്യാൻ തുടങ്ങിയതാണ്, വെള്ളമുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെ മഴ കാണുന്നില്ല. പക്ഷെ വെതർ ബ്രോഡ്കാസ്റ്റിൽ മഴ കാണിക്കുന്നുണ്ട്. അപ്പം എൻ്റെ കൂടെ ഇവിടുന്ന് ഒരു ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിരുന്നു. ഒരു സോളിൻ്റെ അടുത്താണ് മാച്ച് നടക്കുന്നത്. അപ്പം ഒരുപാട് ദൂരം ഉള്ളതുകൊണ്ട് മഴ ഉണ്ടാവുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ അപ്പം മെല്ലെ രാത്രി തന്നെ സ്കിപ്പായി. എന്തായാലും മഴയുണ്ടോ ഇല്ലയോ, ഞാൻ എന്തായാലും ഇറങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ ഇറങ്ങി. ഇച്ചിരി ലേറ്റായി, ഇപ്പം 5:45 ഇവിടുന്ന് ബസ്സിന് വെയിറ്റ് ചെയ്യാണ്. അപ്പം നമുക്ക് 80s and 90s തമ്മിലുള്ള ഇന്നത്തെ മാച്ച് നമുക്ക് മഴയില്ലെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. ബസ്സിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബസ്സില്ല, ബസ് കാണിക്കുന്നില്ല. 6 മണിക്കാന്ന് തോന്നുന്നു സ്റ്റാർട്ടിങ്. അരയിൽ കാണിക്കുന്നുണ്ട്. മാപ്പിൽ നോക്കുമ്പോൾ ടൈം കാണിച്ചില്ല. അപ്പം എന്തായാലും നല്ല മഴയോട് കൂടിയുള്ള രാത്രി കഴിഞ്ഞു. ഇനിയിപ്പോൾ രാവിലെ എങ്ങനെയാണെന്ന് അറിയില്ല. മഴ പെയ്യുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട്, പെയ്യുമോന്നറിയില്ല. ടൈം 7:24. 7:39 മുകുമ്പ 13-14 സോളിൽ ട്രാക്ക് 5 സോൾ യങ്സൺ. ഇതിന്റെ ടൈം നോക്കിയിട്ടാണ് കേട്ടോ, സ്റ്റേഷൻ നോക്കിയിട്ടല്ല, ടൈം നോക്കിയിട്ടാണ് ഇറങ്ങുക. കറക്റ്റ് ടൈം ആയിരിക്കും. പ്ലാറ്റ്ഫോം 5-6. ഓൾമോസ്റ്റ് സോൾ സിറ്റിയുടെ ഹൃദയഭാഗത്തേക്ക് നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനിയും ഒരു 5 മിനിറ്റിനുള്ളിൽ സോൾ സിറ്റി എത്തും, സോൾ സ്റ്റേഷൻ എത്തും. അതിനകത്ത് കയറി കഴിഞ്ഞാൽ പെട്ടുപോയ പോലെയാണ്. ഒരു ട്രെയിൻ വരും, അവിടെ നിന്ന് ഇറങ്ങി പുറത്തിറങ്ങാനും. സോൾ സിറ്റിയുടെ ഭാഗം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരു 5 മിനിറ്റേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് കിടക്കും. ക്ലൗഡിയാണ്, പക്ഷെ മഴ പെയ്യാതിരുന്നാൽ മതി. ഇന്നലത്തെ മഴയിൽ തന്നെ ഗ്രൗണ്ട് ഓൾമോസ്റ്റ് വെറ്റാണ്. എല്ലാവരും ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ദൂരം നിന്നായതുകൊണ്ട് ലേറ്റായി. ഞാൻ അവർ വെയിറ്റ് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്.
hello. Good morning. Good morning. Yeah. Number one. Korea number one. Korean number one. കൊറിയത്തെ നമ്പർ 1 ഹോസ്പിറ്റലാണ്. ട്രെയിൻ. ഗണ്ണത്തെത്തി. ഇതാണ് ഇഗോ ഒളിമ്പിക് സ്റ്റേഡിയം. ഈ ബേസ്ബോൾ. Lotte Tower. ലോട്ടെ ടവർ. ഈ ലോട്ടെ ടവർ 555 meter. 550 550 മീറ്റർ. പക്ഷെ എന്നാലും നമ്മള് ബുർജ് ഖലീഫിന്റെ അത്ര എത്തൂല. അതൊരു 1.5 മുതലാണ്. യുനോ ബുർജ് ഖലീഫ ഇൻ ദുബായ് 728 മീറ്റർ. നമ്പർ 1 ദിസ് 550. നമ്പർ 5. നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഇനി 9 കിലോമീറ്റർ ബാക്കിയുണ്ട്. 9 കിലോമീറ്റർ 9 കിലോമീറ്റർ ബാക്കി. Yes, അറിയോ? Yes? Yes? 74. 74. 요 멋있다. 내리실 때는 두고 내리는 물건이 있는지 확인하시기 카드를 떼지 말고 잠시만 기다려주세요. 거래 처리 중에 결제되었습니다. Thank you. Thank you so much. Bye. ഇവിടെ ഒരാളെയും കാണുന്നില്ല. എന്താ സംഭവം എന്നറിയില്ല. എന്തായാലും ഇട്ട ലൊക്കേഷനിൽ തന്നെ ഞാൻ എത്തിയിട്ടുണ്ട്. ഈ ഗ്രൗണ്ടാണെന്ന് തോന്നുന്നു ഇന്നലെ കാണിച്ചത്. ഇവന്മാരൊക്കെ എവിടെ പോയെന്ന് ഒരു പിടുത്തമില്ല. ഒരാളും ഫോൺ എടുക്കുന്നില്ല ഗൈസ്. അതായത് കളി തുടങ്ങിയെങ്കിൽ ഇവിടെ ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുന്ന കാണണ്ടേ. നോക്കാം, കണ്ടുപിടിക്കാം. ഇവിടം വരെ എത്തിയല്ലേ. സൈക്ലിങ്ങിന് എത്രത്തോളം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അറിയാം. അതുപോലെതാ ഇത്ര ആക്ടിവിറ്റി. ഓക്കെ. ഈ പാർക്കിലൂടെ ഞാൻ സൈക്കിളെടുത്ത് പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇഞ്ചോന്ന് ബുസാനിലോട്ട് കഴിഞ്ഞ കൊല്ലം പോകാനുള്ള ട്രിപ്പില്. പക്ഷെ അത് കംപ്ലീറ്റ് ആയില്ല. ഓരോ സ്റ്റേഷൻ ഓരോരോ കിലോമീറ്റർ വെച്ചിട്ട് ഈ സൈക്കിളിന്റെ ബൂത്ത് ഉണ്ട്. സർട്ടിഫിക്കേഷൻ സെന്റർ കണ്ടോ. നമുക്കൊരു പാസ്പോർട്ട് തരും. ആ പാസ്പോർട്ടിൽ സീൽ വെക്കേണ്ടതാണ്. ഞാൻ എന്തായാലും ഇഞ്ചോന്ന് ഏകദേശം ഒരു 140 കിലോമീറ്റർ ഞാൻ റൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതെന്തായാലും ഇത് പാസ്സായിട്ടുണ്ടാവും. ഇത് സോളിനടുത്തുള്ളതാണ്. അപ്പം നമ്മുടെ കളി ഇതേ അവിടെയാണെന്ന് തോന്നുന്നു. ഇതാ അടുത്തെത്തിയെന്ന് പ്രതീക്ഷിക്കാം. അവിടെ ഒരു ഗ്രൗണ്ട് കാണുന്നുണ്ട്. അങ്ങനെ ആയിരിക്കും അറിയത്തില്ല. അവിടെ കുറേ ഒരു പറ്റം മലയാളികളെ കാണുന്ന പോലെ ഉണ്ട്. അറിയില്ല, നോക്കാം എന്താണ് അവസ്ഥ എന്ന്. എന്തായാലും ഞാൻ കണ്ടുപിടിക്കും. ഈ ഗ്രൗണ്ടിൽ നിന്ന് ഇനിയും കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് പോകാനുണ്ട്. ഞാൻ ഇറങ്ങിയ സ്ഥലവും ഇവരുള്ള സ്ഥലത്തിൻ്റെ പകുതി എത്തി. ഇനി ഒരു പകുതിയും കൂടി പോകാനുണ്ട്. ഏകദേശം റോഡ് കാണുന്നുണ്ട്. ഈ ഗ്രൗണ്ട് പാർക്കിൻ്റെ ഇത് ഓൾമോസ്റ്റ് കഴിയാനായി. ഉണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും അവിടെ കാണുന്നുണ്ട്. എങ്ങനെ അപ്പം ഞാനങ്ങനെ 7-Eleven കയറി ഒരു ഐസ്ക്രീം വാങ്ങി. രാവിലെ കഴിച്ച് ഇവിടെ എത്തുമ്പോൾ വിശക്കാൻ തുടങ്ങി. 5:30 കഴിച്ചതാ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് കഴിക്കട്ടെ. നമുക്ക് ആക്ടിവിറ്റീസ് നോക്കിയ ആക്ടിവിറ്റീസ്. ഞാൻ ഈ സ്ഥലത്തൂടെ അന്ന് ഞാൻ സൈക്കിളും കൊണ്ട് പോകുമ്പോൾ പോയതാ. ഇത് ഒരു 4 റിവേഴ്സ് സൈക്ലിംഗ് പാത്ത് എന്നാണ് ഇതിന്റെ പേര്. ഈ സൈക്ലിങ്ങിന്റെ ഇത് ഇഞ്ചോന്ന് ബുസാനിലോട്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ അഷറഫ് എക്സലിന്റെ വീഡിയോയിൽ നല്ല രീതിയിൽ മൂപ്പറ് ഞാൻ പറയുമ്പോൾ അതിന്റെ ഈ വീഡിയോ സൈക്കിൾ ചവിട്ടി പോകുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്ത് നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഇനിയും കാണാത്തവരാണെങ്കിൽ അഷറഫ് എക്സലിന്റെ സൗത്ത് കൊറിയയിലുള്ള വീഡിയോ ഉണ്ട്,
ആ വീഡിയോ പോയി ഒന്ന് കാണാം. എന്നെക്കാളും നന്നായിട്ട് വിവരിച്ചിരുന്ന ഇതാണ്. അതേ ഗ്രൗണ്ട്, ഞാനെത്തേ. ഇതിനിപ്പോ എങ്ങനെ ചാടുക? ഇതന്നെയല്ലേ, വലിയ ആരോപൊന്നും ഇല്ലല്ലോ 80s 90s. For your bicycle? Sure. Yeah. Okay. Yes. You have a bicycle? Yeah, I'm a cyclist. Okay. I'm from India, but now I come to playing cricket here. We are all Indians, like 80s and 90s. But it's a different team. Oh. 80s, 1980s, and 1990s. The age level. Only the friendly match. You from? I did. Actually, I was born in here, but now I live in USA. Okay. I'm on vacation. Okay. You going to Busan? No. Only here. Here. Last year I did, but I unfortunately I couldn't complete from Incheon to Busan. This is cycling, 4 river cycling path. I know. Yeah. I have been to Busan. Uh-huh. Yeah, just 1 day. Okay. It's okay. Nice to meet you. And Thank you. 안 돼, 이거. okay. 아이고, 지성. Okay. It's okay. Fine. 혼나. Hey, sorry. 이거 공간을 풀어. Hey, take a ball. Ball. 어머. It's okay. 어머. Hey, bye. അവന്റെ കൈമൊന്നൊന്ന് പിടിവിട്ടാലുണ്ടല്ലോ പിന്നെ എന്തെങ്കിലൊക്കെ കേറി വരും. മോനുണ്ടോ? ഇപ്പൊ വരുമോ? ഐസ്ക്രീം കഴിക്കോ? 아이스크림 까이. ഹായ്. ഓക്കെ, താങ്ക് യു. ഒന്നും വേണ്ട. ഓക്കെ, അപ്പൊ നീ കഴിക്ക്, ഞാൻ കളിച്ചിട്ട് വരാം. അപ്പൊ ഹായ്. ഒരു ബോൾ ഉണ്ടോ? ഒരു ഓവറും കൂടി കൂട്ടോ? അങ്ങ് പൊസോങ്ങനെ വരുന്നതാ. അല്ല, എന്നെ ടാക്സിക്കാരൻ അത് അങ്ങ് അപ്പുറത്ത് കൊണ്ടുവിട്ട്. ഇനി നമുക്ക് ബാറ്റ് ഫീൽഡ് ചെയ്യാലോ. ബാറ്റ് കിട്ടിയില്ലെങ്കിൽ സാറിലാന്ന്. പക്ഷെ ഞാൻ വിചാരിച്ചു ഇവിടുന്ന് ബാറ്റ് ചെയ്തിട്ട് കുറച്ച് 6 ഒക്കെ അടിക്കാന്ന് വിചാരിച്ചു. ടൂർണമെന്റിൽ എന്തായാലും പറ്റൂല. 6 ഇല്ലേ, 4 മാത്രം. എന്നാലും മഴ പെയ്താ ഇപ്പൊ പെയ്യുന്നില്ലല്ലോ, അതന്നെ നന്നായി.
മാച്ചുവിന് എന്തായാലും ഞാൻ നന്നായിട്ട് ഒന്ന് ക്രിക്കറ്റ് പഠിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. കാരണം ആദ്യം ഞാൻ അവൻ ആ ബോൾ എങ്ങനെ പിടിക്കണമെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് ബോൾ അവൻ്റെ കൈ കിട്ടുമ്പം അവനത് എങ്ങനെയാണ് ആ ഫിംഗർ വെക്കേണ്ടതെന്ന് പെട്ടെന്ന് തന്നെ പഠിച്ചു. മാച്ചു ഈ കാര്യം മാത്രമല്ല, നിങ്ങൾക്കറിയാം എല്ലാ കാര്യങ്ങളിലും മാച്ചു വളരെ സ്മാർട്ടാണ്. ഇനി മാച്ചുവിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാം. കൊറിയൻ കുട്ടൻസ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം ഉണ്ട് മാച്ചുവിന്. അതിൽ മാച്ചുവിടെ എല്ലാ കുസൃതിത്തരങ്ങളും നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാണാം. അപ്പോൾ എന്തായാലും ഒന്ന് കയറി നോക്കൂ, എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യണേ. ചളിയുണ്ട് ചളി. സമയം 1:30 മണിയായി. രാവിലെ എത്ര മണിക്ക് തുടങ്ങി? 7 മണിക്കോ 8 മണിക്ക് 8 മണിക്ക് തുടങ്ങിയത് 5.5 മണിക്കൂറായി. ഈ 5.5 മണിക്കൂർ എനിക്ക് എന്താ അറിയില്ല, ഈ ബേസ്ബോളോട് ഇപ്പം ഭയങ്കര പ്രേമം. ഏതെങ്കിലും ഒരു ടീമിൽ ഇപ്പൊ കളിക്കാനാ അവനെടുക്കാം, അതിന് മലയാളിയാണ്. അങ്ങനെ കളി കഴിഞ്ഞു. ഇനി കുളിയിലേക്കാണ്. അപ്പോൾ സബ്വേ പോകണം. എൻ്റെ ഡ്രസ്സൊക്കെ കണ്ടോ? ഫസ്റ്റ് കളി തുടങ്ങുമ്പോൾ തന്നെ ഒരു ഫീൽഡ് ചെയ്തതാ. ഇതിലെ കൂടി തന്നെ കളിക്കാൻ പോകും.
അങ്ങനെ നമ്മൾ ഫൈനലി പൂളിന്റെ അടുത്ത് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോക്കിയാലും സൈക്കിൾ. പുള്ളി നമ്മുടെ പോലെ വെയിറ്റ് ചെയ്യാം റോഡ് ക്രോസ് ചെയ്യാൻ. പുള്ളി ഇവിടെ വീഡിയോയിൽ മാത്രം മറ്റേ ഞാൻ പ്രകാശനം പോലെ ചോദിക്കണ്ടേ വീഡിയോ എടുക്കുവാണോ? നമ്മൾ കണക്കാക്കുന്നില്ല. നൂഡിൽസ് ഏതാ? ഇത് ഷിൻറാമിയോ. ഇതാണ് ഏറ്റവും ഫേമസ് ടിപ്പിക്കൽ. നമുക്കൊന്ന് വാങ്ങിക്കാം. ഞാന് എന്റെ അതല്ലേ അത് അവനാക്കും. ഞാനൊക്കെ പെണ്ണ വാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇത് കണ്ട് ശരിയോ എവിടെ ഇരുന്നു എവിടെ ഇരുന്നു. ഇല്ലല്ല സോമൊന്നും ചെയ്യൂല. വീഡിയോ അല്ലേ? ഇനി അങ്ങോട്ടേക്ക് നടന്നോ? നിങ്ങൾ എല്ലാരും അങ്ങോട്ടേക്ക് നടന്നോ? അങ്ങോട്ടേക്ക് നടത്താം. അപ്പൊ ഇന്നത്തെ ഹാപ്പി സൺഡേ ഓക്കെ അല്ലേ? നരേഷ് ഭായ് എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ സൺഡേ? ഫുൾ എൻജോയ്. നിങ്ങളാണ് ഈ 80s 90s ആ ഒരു ആശയം. ഈ പുള്ളിക്കാരൻ പറഞ്ഞിരുന്നപ്പോ നമ്മൾ കൂടുതൽ നടന്നെങ്കിലും പക്ഷെ ഇത് ഭയങ്കര റിലാക്സ്ഡ് അല്ലെ? നമ്മൾ എത്ര കളിച്ചതും ശാരീരികമായിട്ടും ഭയങ്കരമായിട്ട് അത് ഭയങ്കരമായിട്ട് പോകണം. നമുക്ക് പോവാം. നമ്മളെന്താ പരിപാടി? ഫുഡ് കഴിക്കണോ? നമുക്ക് എവിടെയാ പോകണ്ട? വിശക്കണോ? ഫുഡ് കഴിച്ചിട്ടോ? കഴിച്ചില്ലേ? അതെന്നാ പറഞ്ഞേ. അല്ല നിങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് പോവാം. ഇനി ഇത് കഴിഞ്ഞ ഉടനെ ഇപ്പൊ കുളി കഴിഞ്ഞു. നെക്സ്റ്റ് ഞങ്ങൾ കബഡിയിലേക്കാണ് പോകുന്നത്. ഇത് കഴിഞ്ഞ ഉടനെ
കബഡി. അതിന്റെ മുമ്പ് ഒരു ഷോർട്ട് ബ്രേക്ക്, ഒരു ചെറിയ ഫുഡ്. ഓക്കെ. ഒന്ന് ഹോം എല്ലാത്തിനും കാണുന്നു. ഹോമാക്കിയാലും അത് ജംഷീലെന്നെ പോകണം. നടന്നു പോകാൻ പറ്റില്ല. ജംഷീലെന്നെ ജിബി ബ്രോ, ഇന്നത്തെ ഞായറാഴ്ച എങ്ങനെയായിരുന്നു? ഇന്നൊരു ധന്യമായ ദിവസമാണ്. രാവിലെ 6 മണിക്ക് എണ്ണീറ്റ് 8 മണിക്ക് ക്രിക്കറ്റ് കളിക്കാൻ നമ്മുടെ മലയാളി കൂട്ടായ്മയുടെ 80s vs 90s കളി 90s കളിൽ ഞങ്ങൾ ജയിച്ചു. അത് നമ്മൾ ഉച്ച വരെ മറിഞ്ഞു. അതിനുശേഷം ക്ഷീണം തീർക്കാൻ വേണ്ടി കൊറിയയിലെ സമ്മർ കാലത്ത് ഇപ്പോൾ തുറന്നിരിക്കുന്ന പൂളിൽ ചാടാൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കുകയായിരുന്നു. അങ്ങനെ പൂളിൽ ചാടി ഒരു കുളിയൊക്കെ കഴിഞ്ഞ് നീന്തി പിടിച്ച് മുങ്ങാങ്കഴിയിട്ട് മത്സരം ഇട്ട് അതിനുശേഷം ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞു. വീട് പിടിക്കാൻ വേണ്ടി ഉള്ള തിരിച്ചു പോക്കലാണ്. അല്ലേ? നമ്മള് കേറുമ്പോ നല്ല ചൂടായിരുന്നു അല്ലേ? പക്ഷെ ഇപ്പൊ നല്ല അടിപൊളി വെതർ. നല്ല അടിപൊളി. ഇത്രയും ദൂരത്തുനിന്ന് വന്ന താജുബായിക്കും സ്പെഷ്യൽ താങ്ക്സ്. ഓക്കെ ഓക്കെ കളറാക്കി. ഓക്കെ, താങ്ക് യു. എല്ലാ ആഴ്ചയും നമുക്ക് എന്തെങ്കിലും പ്ലാൻ ആക്കാം. അതെ അതെ, ഓക്കെ ഓക്കെ. നമ്മുടെ ക്യാപ്റ്റൻ കൂടിയാണ് ജിബി ബ്രോ. അങ്ങനെ ഇന്നത്തെ കളിയും കുളിയും ഒക്കെ കഴിഞ്ഞ് നമ്മള് നാട്ടിലോട്ട് തിരിച്ചു പോവാണ്. എല്ലാരും ഓരോ സ്ഥലത്തേക്ക് എങ്ങനെ മാറാ. നമ്മളിങ്ങനെ ബസ്സിന് പോവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ സൺഡേ? അടിപൊളി അല്ലേ? ആ കുളിയും കൂടി കഴിഞ്ഞപ്പോ ഫ്രഷ് ആയല്ലേ? നല്ല അടിപൊളി ചൈനീസ് ഫുഡ്. നിങ്ങളെ ഫുഡ് അവിടെ നിന്ന് കഴിച്ചല്ലേ? ചൈനീസ് ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. സ്പൈസി ഫുഡ്. ഓക്കെ, നമ്മളെ ചാച്ചാവുണ്ട്. നേരെ ഇത് ഇങ്ങനെ മേലോട്ട് കയറിയ പോരെ, അടുത്തല്ലേ? സുഖം. ബാങ്കി വന്ന് ഇവിടെ ഞാൻ കൊടുക്കാം. കാരണം നമ്മള് കറക്റ്റ് ടൈം അങ്ങനെ നമ്മൾ ഇന്നത്തെ സൺഡേ നല്ല ക്രിക്കറ്റ് മാച്ചും പൂളിലുള്ള കുളിയും ഫുഡടിയും ഒക്കെ കഴിഞ്ഞ് എല്ലാവരുടെ വീട്ടിലേക്ക് എത്തിയെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇനി ഒരു ബസ് കയറി പോകണം. അപ്പം എല്ലാവർക്കും സ്നേഹവും സന്തോഷവും നിറഞ്ഞ ദിവസങ്ങളാവട്ടെ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.